മുത്തി ഹബീബിന് വിഷമം വന്ന സമയം തന്റെ പല്ല് മുഴുവനും കുത്തിപ്പൊട്ടിച്ച തങ്ങളും മുത്തനബി നടന്ന ഭൂമിയിൽ ചെരുപ്പ് ധരിക്കാതെ മൂത്രമൊഴിക്കാതെ വാഹനം കയറാതെ സീമകളില്ലാത്ത സ്നേഹം കാഴ്ചവെച്ച മാലിക് തങ്ങളും ചരിത്രത്താളുകളിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നു. ഇനി കയറിലേക്ക് വന്നാൽ പോയാൽ കവിതകളിലൂടെയും അല്ലാതെയും ഒട്ടനേകം പ്രതിഭകളുണ്ട്. ആശവും ആരിഫുമായ മമ്പുറം തങ്ങളും ഇഷ്കിന്റെ വരികളാകുള്ള കവാടം തുറന്ന ഉമർ ഖാലിയും തിരിച്ച് നമ്മുടെ ചെറിയ തുരത്തിലേക്ക് വന്നാൽ ഇഷ്കിന്റെ മധുരമായ ശ്രവണപുട്ടങ്ങളെ പുളകമണിയിച്ച കെ.എം. ഇക്ബാലും എം.കെ. കോയയും സൂഫി കവിതാ ചക്രവാളത്തിലെ അസ്തമിക്കാത്ത സൂര്യ തേജസ് ഖലീൽ ഫൈസി ഉസ്താദ് അടുത്ത് പറയേണ്ട മാണിക്യരത്നങ്ങളാണ്. ഇങ്ങനെ ഒട്ടനവധി ആശയങ്ങളും ആരിഫ്യങ്ങളും രക്ഷാമാർഗമായി കണ്ടത് മുത്തുനബിയെ സ്നേഹിക്കലാണ്. അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, ഒരാൾ ആരെ പ്രിയം വെച്ചോ നാളെ അവരുടെ കൂടെയാണ്. ആ തിരുശരീരം വേർപെട്ട മദീനയിൽ ദുഃഖം തളം കെട്ടിയ മദീനയിൽ സ്വഹാബികൾ കരഞ്ഞു കരഞ്ഞു കലങ്ങിയ മദീനയിൽ തുടർന്ന് ജീവിക്കാൻ കഴിയാതെ മദീന വിട്ട് ബിലാൽ സ്വപ്നത്തിൽ ഒരിക്കൽ തന്റെ കരളിന്റെ കഷ്ണമായ കണ്ണിന്റെ കൃഷ്ണമണിയായ ഉയിരിന്റെ ഒക്കെ സ്നേഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതും വീണ്ടും മദീനയിലേക്ക് ചെന്ന് മുത്തിന്റെ പേരക്കുട്ടികളുടെ ആവശ്യമനുസരിച്ച് ബാങ്ക് കൊടുക്കാൻ പീഠത്തിൽ കയറിയതും ബാങ്കിലെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ ബിലാൽ വിതുമ്പിയതും വിനഹാനന്തര സംഭവങ്ങളിലെ വിതുമ്പുന്ന ചരിത്രങ്ങളാണ്. സ്നേഹിക്കപ്പെട്ടവരുടെ മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൗന്ദര്യവും സ്വഭാവവും മറ്റെല്ലാം കൊണ്ടും അതിനാൽ അവരോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കാനും അവിടുത്തെ തിരക്കിൽ കൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനും ആ മുത്തിനെ സ്നേഹിച്ചേ പറ്റൂ. അതുകൊണ്ട് നബിയെ സ്നേഹിച്ചും മദ്ഹ് പാടിയും പറഞ്ഞും രചിച്ചും എല്ലാത്തിനും ഉപരി അവിടുത്തെ ജീവിതക്രമത്തെ അനുതാപം പിന്തുടർന്നു അനുരാഗികൾ ജീവിച്ച ആ സുന്ദര സ്മരണയെല്ലാം മുന്നേറുക എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Judges, please know. Next is number